കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് വെട്ടിക്കൊന്ന ഷിബിലയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. ഷിബിലയുടെ കഴുത്തിലാണ് യാസിർ കുത്തിയത്. ശരീരത്തിലാകെ 11 മുറിവുകളുണ്ട്. ഭാര്യ പിതാവിനെ ലക്ഷ്യം വെച്ചാണ് എത്തിയതെന്ന് പ്രതി യാസിർ പിടികൂടിയ നാട്ടുകാരോട് പറഞ്ഞു. ഷിബിലയെ രക്ഷിക്കാൻ ശ്രമിച്ച നാട്ടുകാർക്കെതിരെ യാസിർ കത്തിവീശിയെന്ന് സാക്ഷിയായ അയൽവാസി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞാൻ വരുമ്പോൾ അവൻ കത്തി വീശിയിട്ട് എൻ്റെ നേരെ അങ്ങോട്ട് വന്നു. അപ്പോൾ കുഞ്ഞിന്ന് പറഞ്ഞ ആൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ പുള്ളിൻ്റെ തലയാട്ടിയിൽ മുറിവുണ്ടായിരുന്നു, വാർന്നൊഴുകിയിട്ടുണ്ടായിരുന്നു. അവളവിടെ കത്തിക്ക് ഇവിടെ കുത്തുവെട്ടിട്ട് അവിടെ വീണെടുക്കുന്നുണ്ടായിരുന്നു. അവൻ എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് വീശുകയും ചെയ്തു. അടുക്കുന്നവരൊക്കെ മേരെ കത്തി ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു. ഒരു റഫ് മൈൻഡായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ട് എല്ലാവരും കുത്തും എന്നുള്ള രീതിയിൽ കത്തി വീശിയായിട്ടാണ് നടന്നിനെ. ഇപ്പോൾ ലിനറ്റ് വർഗീസും രതീഷ് വാസുദേവനും കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ആദ്യം ലിനറ്റിലേക്ക്. ലിനറ്റ്, അത്യന്തം ഭീകരമായ ഒരു ആക്രമണമാണ് നടന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ നാട്ടുകാരുടെ എല്ലാം പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്വസ്റ്റിൽ തന്നെ നിരവധി മുറിവുകൾ ഈ സ്ത്രീയുടെ ദേഹത്ത് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്? ലക്ഷ്മി, തീർച്ചയായും വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ് ഇത്. ഇപ്പോൾ ഷിബിലയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ആകെ 11 മുറിവുകളാണ് ശരീരത്തിൽ ഉണ്ട് എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 2 എണ്ണം കഴുത്തിലാണ്, അത് ആഴത്തിലുള്ള മുറിവാണ്. ഇത് തന്നെയാണ് മരണകാരണമെന്നാണ് ഇവിടെയുള്ളവർ പ്രാഥമികമായിട്ട് പറയുന്ന കാര്യം. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ താമരശ്ശേരി പോലീസിൻ്റെ നേതൃത്വത്തിലാണ് നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ 2 പേര്, ഈ ഷിബിലിയുടെ അച്ഛനും അമ്മയും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. പിതാവായ അബ്ദുൾ റഹ്മാന്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു. അദ്ദേഹത്തിന് ഒരു സർജറിയൊക്കെ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. നില ഇപ്പോൾ തൃപ്തികരമായതിനാൽ തന്നെ അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാതാവിൻ്റെയും നില കുഴപ്പമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 പേരും വാർഡിലേക്ക് മാറ്റി എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താമരശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികളും മറ്റ് നടപടികളും ഒക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇതിനകത്ത് കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ യാസിർ, പ്രതിയായ യാസിർ ലഹരിക്ക് അടിമയാണ്. എന്നിരുന്നാലും ഈ ഒരു കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് അദ്ദേഹം ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് താമരശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രയും മൃഗീയമായിട്ടാണ് സ്വന്തം ഭാര്യയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നോമ്പ് തുറ നടക്കുന്ന സമയത്താണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. അത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഷിബിലിയുടെ ശരീരത്ത് ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രയും ക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. തീർച്ചയായും എല്ലാവരെയും നടുക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാണ് അയാൾ നടത്തിയിരിക്കുന്നത്.